VS അച്യുതാനന്ദൻ സർക്കാരിന് തുടർഭരണം പിണറായി വിജയൻ അട്ടിമറിച്ചെന്ന വെളിപ്പെടുത്തലുമായി മുൻ IAS ഉദ്യോഗസ്ഥൻ K. സുരേഷ് കുമാർ 2011 തെരഞ്ഞെടുപ്പിൽ 13 മണ്ഡലങ്ങളിൽ തോൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ സ്ഥാനാർത്ഥികളെ നിർത്തി. VS-നൊപ്പം എന്റെ ദിനങ്ങൾ എന്ന പുസ്തകത്തിലാണ് സുരേഷ് കുമാറിന്റെ വെളിപ്പെടുത്തൽ. റിനു ശ്രീധർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. റിനു, ഇത് നേരത്തെയും പല കോണുകളിൽ നിന്ന് ഉയർന്ന വിമർശനങ്ങളിൽ ഒന്നാണ് ഈ തുടർഭരണം കിട്ടാതെ പോയതുമായി ബന്ധപ്പെട്ട്. ഈ പുസ്തകത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു റിനു? ഉന്മേഷ്, VS-നൊപ്പം എന്റെ ദിനങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് സുരേഷ് കുമാർ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, രണ്ടാം ഭരണം VS സർക്കാരിന്റെ കാലത്ത് അല്ലെങ്കിൽ VS സർക്കാരിന് ലഭിക്കാത്തത് പാർട്ടിക്കുള്ളിൽ നിന്നുള്ള ഒരു ഇടപെടൽ തന്നെ എന്നുള്ള ഒരു ആരോപണം നേരത്തെ തന്നെ വന്നിരുന്നു. തുടർഭരണം കിട്ടാതിരിക്കാൻ പിണറായി വിജയൻ ശ്രമിച്ചു എന്നുള്ളതാണ് സുരേഷ് കുമാർ തന്റെ പുസ്തകത്തിലൂടെ പറയുന്നത്. ഇത് VS തന്നോട് പറഞ്ഞു എന്നുള്ള ഒരു കാര്യവും ഈ പുസ്തകത്തിലൂടെയുള്ള വെളിപ്പെടുത്തലിലുണ്ട്. 13 മണ്ഡലങ്ങളിൽ തോൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ 2011 സ്ഥാനാർത്ഥികളെ പിണറായി വിജയൻ നിർത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ആരോപണമായി ഉയർന്നത്. രാഷ്ട്രീയപരമായിട്ട് ഏറെ ചർച്ച ചെയ്യപ്പെടും എന്ന് കരുതുന്ന ഒരു തുറന്നു പറച്ചിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ ഉള്ളത്. ഒപ്പം VS-ന്റെ കാലത്ത് ഫയൽ കടത്താൻ CPM തന്നെ 3 പേർക്ക് ചുമതല നൽകിയിരുന്നു എന്നുള്ളതാണ്. AKG സെന്ററിൽ കാണാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു ഫയലുകളും എത്തില്ല എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തുന്ന ഫയലുകൾ പ്രൈവറ്റ് സെക്രട്ടറി S. രാജേന്ദ്രനും പൊളിറ്റിക്കൽ സെക്രട്ടറി KN ബാലഗോപാലും സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി N. ചന്ദ്രശേഖർ പണിക്കറും ഈ AKG സെന്ററിലേക്ക് കടത്തിയിരുന്നു. അവിടെ നിന്ന് ഒരു കുറിപ്പോട് കൂടി മാത്രമായിരിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഈ ഫയലുകൾ എത്തുന്നത് എന്നുള്ള ഒരു കാര്യവും കൃത്യമായി തന്നെ ഇതിൽ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, മൂന്നാർ ദൗത്യം പാതി വഴിയിൽ മുടങ്ങിയതിനുള്ള കാരണങ്ങളും ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അതിൽ CPM നേതാക്കൾക്കും CPI നേതാക്കൾക്കുമുള്ള പങ്കടക്കം, ഒപ്പം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ടുള്ള രത്തൻ കേൽക്കറുടെ ഇടപെടലടക്കം ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നു എന്നുള്ളതാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ജീവിച്ചിരിക്കുന്ന കാലത്ത് VS നിർദ്ദേശിച്ചതാണ് ഇങ്ങനൊരു പുസ്തകം എഴുതണമെന്നും അതുകൊണ്ടാണ് താൻ ഈ 10 വർഷത്തിന് ശേഷം ഇത്തരമൊരു പുസ്തകം എഴുതുന്നതെന്നും സുരേഷ് കുമാർ പറയുന്നുണ്ട്. അല്പസമയം മുമ്പാണ് തിരുവനന്തപുരത്തെ പ്രസ് ക്ലബ്ബിൽ വെച്ച് K. സുധാകരൻ കെമാൽ പാഷയ്ക്ക് ഈ പുസ്തകം നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചത്. ശരി, റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.